എല്ലാവർക്കും നമസ്കാരം. ഞാൻ അച്ചു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചീര കണ്ടോ? വെറും 5 തണ്ട് മുറിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 1 കിലോയിൽ കൂടുതൽ ചീരയാണ്. 1 രൂപ പോലും ചെലവില്ലാതെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഇതുവരെ കാണാത്ത രീതിയിൽ കരുത്തുറ്റ ചീര എങ്ങനെ വളർത്താം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. വിത്ത് പാകുന്നത് മുതൽ വിളവെടുപ്പ് വരെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ചീര നടുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണ് നന്നായി ഒരുക്കുക എന്നതാണ്. ഇതുപോലെ മണ്ണ് നന്നായി കൊത്തിക്കിളച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണ് എത്രത്തോളം പൊടിഞ്ഞു കിടക്കുന്നോ അത്രത്തോളം വേരുകൾക്ക് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ എളുപ്പമായിരിക്കും. ഈ സമയത്ത് മണ്ണിലുള്ള കല്ലുകൾ, വേരുകൾ എന്നിവയൊക്കെ നമ്മൾ പെറുക്കി മാറ്റണം. ചീരയുടെ വേരുകൾ വളരെ സ്മൂത്തായിട്ട് പോകേണ്ട ഒന്നായതുകൊണ്ട് വലിയ കല്ലുകൾ തടസ്സമായാൽ വളർച്ച കുറയും. ഇതുപോലെ കല്ലുകളൊക്കെ മാറ്റിയ ശേഷം മണ്ണ് നന്നായി നിരപ്പാക്കിയെടുക്കാം. അതിനുശേഷം മണ്ണ് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ഇതിലേക്ക് ഇതുപോലെ കുറച്ച് മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ മണ്ണിട്ട് പൊക്കിയ സ്ഥലത്ത് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ മണ്ണ് നല്ല കട്ടിയാണ്. ചീരയുടെ വേരുകൾ വളരെ ലോലമാണ്. ആ വേരുകൾക്ക് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി സ്മൂത്തായിട്ട് പോകണമെങ്കിൽ മണ്ണിന് വായുസഞ്ചാരം വേണം. അതിനാണ് നമ്മൾ മണ്ണിൽ മണലോ ചകിരിച്ചോറോ ചേർക്കണമെന്ന് പറയുന്നത്. എങ്കിൽ മാത്രമേ വേരുകൾ മണ്ണിൽ കൂടി ഓടുകയുള്ളൂ. ഇങ്ങനെ ഓടിയാൽ മാത്രമേ ചെടി നന്നായിട്ട് തഴച്ചു വളരുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ മണൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ അടിവളമായിട്ട് ഞാൻ ചേർക്കുന്നത് വീട്ടിലെ അടുക്കള വേസ്റ്റിൽ നിന്നുണ്ടാക്കിയെടുത്ത കിച്ചൺ കമ്പോസ്റ്റാണ്. ചീരയ്ക്ക് നല്ലൊരു കരുത്ത് കിട്ടാൻ ഈ കമ്പോസ്റ്റ് മതിയാകും. ഇനി ഈ മണലും കിച്ചൺ കമ്പോസ്റ്റും കൂടി മണ്ണുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിത്ത് പാകാനായിട്ട് തയ്യാറാക്കുന്ന രീതി നോക്കാം. ചീരവിത്ത് നേരിട്ട് വിതറിയാൽ ഒരേ സ്ഥലത്ത് തന്നെ ഒരുപാട് വീഴാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ചിരട്ട കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കമ്പോസ്റ്റ് ഇല്ലെങ്കിൽ പകരം ചാണകപ്പൊടി എടുത്താലും മതി. കൂടാതെ ഒരു ചിരട്ട മണലും 2 ടേബിൾ സ്പൂൺ റവയും ചേർക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുന്നത് ചീരവിത്ത് ഡയറക്റ്റായിട്ട് ഇട്ടാൽ ഉറുമ്പുകൾ വിത്ത് കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ ഉറുമ്പുകൾ ഈ റവ എടുത്തുകൊണ്ട് പൊക്കോളും. നമ്മുടെ വിത്ത് അവിടെ സുരക്ഷിതമായി കിടന്നോളും. ഇതിലേക്ക് ഒരു ചെറിയ പാക്കറ്റ് വിത്തിൻ്റെ പകുതിയും ചേർത്ത് നന്നായി ഇളക്കിയെടുത്താൽ വിതറാൻ പാകത്തിന് ചീരവിത്ത് റെഡിയായി. അതിനുശേഷം വിത്ത് പാകാൻ ഞാൻ ചെയ്യുന്ന എളുപ്പമാർഗം ഇതുപോലെ ഒരു കമ്പ് ഉപയോഗിച്ച് 1/2 ഇഞ്ച് താഴ്ചയിൽ നീളത്തിൽ ഓരോ വരകൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വരയിട്ട ശേഷം അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച വിത്ത് വിതറുകയാണെങ്കിൽ വിത്തുകൾ ഒരേ സ്ഥലത്തോ കുന്നുകൂടാതെ കൃത്യമായ അകലത്തിൽ മുളച്ചു വരും. ചീര മാറ്റി നടാൻ എന്നെപ്പോലെ മടിയുള്ളവർക്ക് ഇത് നല്ലൊരു മാർഗമാണ്. വിത്ത് പാകിക്കഴിഞ്ഞാൽ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് മണ്ണ് മൂടുന്ന കാര്യമാണ്. ചീരവിത്ത് ഒരിക്കലും ആഴത്തിൽ പോകാൻ പാടില്ല. വളരെ നേർത്ത രീതിയിൽ മാത്രം മുകളിലൂടെ മണ്ണ് മൂടിക്കൊടുക്കുക. ഒരുപാട് ആഴത്തിൽ വിത്ത് പോയാൽ അത് മുളയ്ക്കാൻ പ്രയാസമാകും എന്ന് മാത്രമല്ല, മണ്ണിനടിയിൽ ഇരുന്ന് അത് ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വിത്തുകൾ മറിഞ്ഞു കിട്ടാൻ പാകത്തിന് മാത്രം മണ്ണിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നനയ്ക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒരിക്കലും പാത്രം ഉപയോഗിച്ചോ കപ്പ് ഉപയോഗിച്ചോ കുത്തനെ വെള്ളം ഒഴിക്കരുത്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ പാകിയ വിത്തുകളെല്ലാം മണ്ണിൽ നിന്ന് ഇളകി ഒരേ സ്ഥലത്തേക്ക് ഒലിച്ചു പോയി അടിഞ്ഞു കിടക്കും. അതുകൊണ്ട് കൈകൊണ്ട് വെള്ളം എടുത്ത് വളരെ നൈസായിട്ട് തളിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പ്രെയർ ഉപയോഗിച്ച് നനയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. മണ്ണ് ഒന്ന് കുതിർന്ന് കിട്ടാൻ പാകത്തിന് മാത്രം വെള്ളം നൈസായിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കാം. വിത്ത് പാകി നനച്ചു കഴിഞ്ഞാൽ ഇനി ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. നമ്മുടെ വിത്ത് ഉറുമ്പുകൾ കൊണ്ടുപോകാതെ ഇരിക്കാൻ നമ്മൾ റവ ചേർത്തിട്ടുണ്ട്. എങ്കിലും ഒരുപാട് ഉറുമ്പൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ ഇതുപോലെ അല്പം മഞ്ഞപ്പൊടിയും ചാരവും കൂടി മിക്സ് ചെയ്ത് നമ്മൾ വിത്ത് പാകിയ ആ സ്ഥലത്തിന് ചുറ്റുമായി 4 വശത്തും ഒരു ലക്ഷ്മണരേഖ പോലെ, അതായത് ഒരു ചെറിയ ചരടിൻ്റെ കനത്തിൽ ഇത് ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടിയുടെ ഗന്ധവും ചാരവും ഉള്ളതുകൊണ്ട് ഉറുമ്പുകളോ മറ്റ് ചെറിയ പ്രാണികളോ ഈ അതിര് കടന്ന് ഉള്ളിലേക്ക് വരില്ല. നമ്മുടെ ചീര വിത്തുകൾ അവിടെ സുരക്ഷിതമായി മുളച്ചു വന്നോളും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വിത്ത് പാകി ഒരാഴ്ച കഴിഞ്ഞ ചീരയുടെ വളർച്ചയാണ്. നമ്മുടെ വിത്തുകളെല്ലാം ഉഷാറായി മുളച്ചു വന്നിട്ടുണ്ട്. ഈ സമയം മുതൽ ഞാൻ ഇതിന് പ്രത്യേക വളം നൽകി തുടങ്ങും. 1 രൂപ പോലും ചെലവില്ലാതെ നമ്മുടെ ശീമക്കൊന്ന പുളിപ്പിച്ച വളമാണിത്. ആഴ്ചയിൽ ഒരിക്കൽ വീതം വിളവെടുപ്പ് വരെ ഞാൻ ഈ ഒരു വളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. മറ്റൊരു വളവും ചീരയ്ക്ക് ചേർക്കാറില്ല. ഇത് മാത്രം മതി ചീര നന്നായിട്ട് തഴച്ചു വളരാനായിട്ട്.
ഞാൻ ചീരയ്ക്ക് വേണ്ടി ശീമക്കൊന്ന വളം തയ്യാറാക്കുന്ന രീതി വീഡിയോയുടെ ഇടയിൽ കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ കാണുന്നത് 15 ദിവസം, അതായത് 2 ആഴ്ച കഴിഞ്ഞ ചീരയാണ്. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചീരയുടെ ചുവട്ടിൽ ചെറിയ കളകൾ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ പറിച്ചു മാറ്റണം. കളകൾ മാറ്റിയ ശേഷം ഇതുപോലെ ഒരു ചെറിയ കമ്പ് ഉപയോഗിച്ച് ചീരയുടെ ചുവട്ടിലെ മണ്ണ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ മണ്ണ് ഇളക്കുമ്പോൾ വേരുകളിലേക്ക് വായുസഞ്ചാരം കൂടും. ഇത് ചെടിയുടെ വളർച്ച വേഗത്തിലാക്കാൻ സഹായിക്കും എന്നതാണ് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തെ ഗുണം, മണ്ണ് കട്ടിയില്ലാതെ ഇരുന്നാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ശീമക്കൊന്ന വളം വേരുകളിലേക്ക് വേഗത്തിൽ ഇറങ്ങി ചെല്ലുകയുള്ളൂ. കൂടാതെ മണ്ണൊന്ന് ലൂസാകുമ്പോൾ വേരുകൾ ഓടാൻ ചെടിക്ക് എളുപ്പമാവുകയും ചെയ്യും. ചീരയുടെ ചുവട് തട്ടാതെ ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാൻ. ഇതിനുശേഷം നമ്മൾ ശീമക്കൊന്ന പുളിപ്പിച്ച വളം ഒഴിച്ചു കൊടുത്താൽ മണ്ണിലേക്ക് ഈ വളം പെട്ടെന്ന് വലിച്ചെടുക്കുകയും ചീരയുടെ തണ്ടിനും ഇലകൾക്കും നല്ല കരുത്ത് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കാണുന്നത് 3 ആഴ്ച കഴിഞ്ഞ ചീരയാണ്. ഇതിൻ്റെ തണ്ടിൻ്റെ ബലവും ഇലയുടെ നിറവും കണ്ടോ? ചീരയ്ക്ക് പ്രധാനമായും വേണ്ടത് നൈട്രജനും കാൽസ്യവുമാണ്. കൂടാതെ 6 മണിക്കൂറിന് മുകളിൽ സൂര്യപ്രകാശവും അത്യാവശ്യമാണ്. ഇലകൾക്ക് നല്ല നിറവും കരുത്തും കിട്ടാൻ നൈട്രജൻ വേണം. അത് നമ്മുടെ ശീമക്കൊന്ന ഇലയിൽ ധാരാളമുണ്ട്. കൂടാതെ തണ്ടിന് നല്ല ബലമുണ്ടാകാനും വലിയ ഇലകൾ ഉണ്ടാകാനും കാൽസ്യം അത്യാവശ്യമാണ്. അത് മുട്ടത്തോടിൽ ധാരാളമുണ്ട്. ഇതിനായി ഞാൻ ചെയ്യുന്നത്, ശീമക്കൊന്ന ഇല പുളിപ്പിക്കാൻ ഇടുമ്പോൾ കൂടെ കുറച്ച് മുട്ടത്തോട് പൊടിച്ചിടാറുണ്ട്. ഇത് രണ്ടും കൂടി പുളിച്ച് കിട്ടുന്ന വളം ഒഴിച്ചു കൊടുത്താൽ ഇതുപോലെ കരുത്തുള്ള ഇലകളും നല്ല വണ്ണമുള്ള തണ്ടും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ചീര നട്ടിട്ട് 4 ആഴ്ച കഴിഞ്ഞു. വിളവെടുക്കാൻ പാകത്തിന് എത്രത്തോളം വലുതായി നിൽക്കുന്നു എന്ന് നോക്കൂ. ചീര മുറിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചുവടോടെ പിഴുതെടുക്കാതെ മണ്ണിൽ നിന്നും മിനിമം 5 ഇഞ്ചെങ്കിലും ഉയരത്തിൽ വെച്ച് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എൻ്റെ ഈ ചീരയ്ക്ക് അത്യാവശ്യം ഉയരമുള്ളതുകൊണ്ട് ഞാൻ ഏകദേശം 10 ഇഞ്ച് ഉയരത്തിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മുറിച്ച ഈ ഭാഗത്തിന് താഴെ നിന്ന് ഒരുപാട് പുതിയ ശാഖകൾ മുളയ്ക്കും. അടുത്ത തവണ ഈ ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് 4 ഇരട്ടി ചീര കിട്ടും. ഇതുവരെ ചീര പൂക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനിയും ഇത് വളരും. വെറും 5 തണ്ട് ചീര മാത്രമേ ഞാനിപ്പോൾ മുറിച്ചിട്ടുള്ളൂ. ഈ 5 തണ്ട് ചീര തൂക്കിയപ്പോൾ 1 കിലോയിൽ കൂടുതൽ തൂക്കമുണ്ട്. അത്രയ്ക്കും കരുത്തുള്ള തണ്ടും വലിയ ഇലകളുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചീരത്തണ്ടിന് നല്ല വണ്ണവും ഇലകൾക്ക് വലിപ്പവും ഉണ്ടെങ്കിൽ അതിനർത്ഥം ചെടിക്ക് മണ്ണിൽ നിന്ന് ആവശ്യത്തിന് പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടെന്നാണ്. തണ്ടിന് വണ്ണമുണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് കൂടുതൽ ശാഖകൾ ഉണ്ടാകാനും വലിയ ഇലകളെ താങ്ങി നിർത്താനും കഴിയൂ. ചീരയുടെ ഇലയിൽ ഉള്ളതുപോലെ തന്നെ നാരുകളും മിനറൽസും ചീരയുടെ തണ്ടിലും ധാരാളമുണ്ട്. ഇത് ദഹനത്തിനും വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മൾ വിത്ത് പാകിയത് മുതൽ വിളവെടുപ്പ് വരെ കണ്ടല്ലോ. ഇനി ഇതിന് ഞാൻ നൽകിയ ഒരേ ഒരു മാന്ത്രിക വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 രൂപ പോലും ഇതിന് ചിലവില്ല. ആദ്യം മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 1-2 പിടി ശീമക്കൊന്നയുടെ ഇലയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതുപോലെ നല്ല പച്ച നിറത്തിൽ അരച്ചെടുത്ത ഈ മിശ്രിതം നമുക്ക് ഒരു ബക്കറ്റിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ്. ആദ്യം ഇതിൽ നിന്ന് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകി ബക്കറ്റിലേക്ക് ഒഴിക്കാം. ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടി ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉപയോഗിച്ച ശേഷം ബാക്കി വന്ന തേയിലച്ചണ്ടിയാണ്. ഏകദേശം 1 ചിരട്ട അളവ്, അല്ലെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ തേയിലച്ചണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 3 ദിവസം തണലത്ത് അടച്ചു വെക്കുക. ദിവസവും ഓരോ വട്ടം നന്നായി ഇളക്കി കൊടുക്കണം. അങ്ങനെ 4-ാമത്തെ ദിവസം ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം കിട്ടുന്ന ഈ ലായനി നേരിട്ട് ഒഴിക്കരുത്. ഇതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് നന്നായി നേർപ്പിക്കണം. അതിനുശേഷം ചെടിയുടെ ചുവട്ടിലും ഇലകളിലും ഒരുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇലകളിൽ ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് 2 ഗുണങ്ങൾ. 1, ഇത് ചെടികൾക്ക് നേരിട്ട് വളമായി ലഭിക്കും. 2, ഇതൊരു മികച്ച കീടനാശിനി കൂടിയാണ്. ഇലകളിൽ വരുന്ന കീടങ്ങളെ അകറ്റാൻ ഈ ശീമക്കൊന്നയുടെ കയ്പ് സഹായിക്കും. ഞാൻ ഈ ചീരയ്ക്ക് എഗ്ഗമിനോ ആസിഡ് സെപ്പറേറ്റ് ആയി ഒഴിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ വളത്തിൽ മുട്ടത്തോട് ചേർക്കാത്തത്. പക്ഷേ നിങ്ങളുടെ കൈവശം എഗ്ഗമിനോ ആസിഡ് ഇല്ലെങ്കിൽ ഈ മിശ്രിതം തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചത് കൂടി ചേർത്ത് പുളിപ്പിക്കാൻ വെക്കാവുന്നതാണ്. മുട്ടത്തോടിൽ നിന്ന് കാൽസ്യം കൂടി കിട്ടുമ്പോൾ ചീരയുടെ തണ്ടിന് നല്ല ബലമുണ്ടാകും. ആഴ്ചയിൽ ഒരിക്കൽ വീതം ഈ വളം നൽകിയാൽ മതി. നിങ്ങളുടെ ചീരയും ഇതുപോലെ തഴച്ചു വളരുന്നത് കാണാം.
ഇനി ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന മറ്റൊരു പ്രധാന വളം കൂടി കാണിച്ചു തരാം. അതാണ് എഗ്ഗമിനോ ആസിഡ്. ഇതിൻ്റെ അളവ് പ്രത്യേകം ശ്രദ്ധിക്കണം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2.5 മില്ലി എഗ്ഗമിനോ ആസിഡ് മാത്രമേ നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ചീരയ്ക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഈ എഗ്ഗമിനോ ആസിഡ് ചീരയ്ക്ക് മാത്രമല്ല, നമ്മൾ വീട്ടിൽ വളർത്തുന്ന എല്ലാ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒക്കെ ഒത്തിരി നല്ലതാണ്. ചെടികൾക്ക് പെട്ടെന്ന് കരുത്ത് കിട്ടാനും നല്ല വലിയ ഇലകൾ ഉണ്ടാകാനും ഇത് ഒരുപാട് സഹായിക്കും. പലരും ഇത് കടയിൽ നിന്ന് വാങ്ങാറാണ് പതിവ്. എന്നാൽ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വേണ്ടി എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ചീരകൃഷി ചെയ്യുന്നവർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഇലപ്പുള്ളി രോഗവും ഇല തിന്നുന്ന പുഴുക്കളും. ഇതിനെ പ്രതിരോധിക്കാനും വരാതിരിക്കാനും ഒരൊറ്റ രൂപ പോലും ചെലവില്ലാതെ വീട്ടിൽ തയ്യാറാക്കാവുന്ന, എന്നാൽ ഒരേ സമയം വളമായും ഫംഗിസൈഡായും പെസ്റ്റിസൈഡായും പ്രവർത്തിക്കുന്ന ഒരു കിടിലൻ മരുന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബക്കറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതിലെ മഞ്ഞൾപ്പൊടി ഒരു മികച്ച ഫംഗിസൈഡാണ്. ഇലപ്പുള്ളി രോഗം മാറ്റാനും വരാതിരിക്കാനും ഇത് നല്ലതാണ്. കൂടാതെ ഇതിലെ കായപ്പൊടി കീടങ്ങളെ അകറ്റാനും സഹായിക്കും. ഇവിടെ ഞാൻ ഒരു 10-12 കാന്താരിമുളക് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കീടനാശിനിയിലെ പ്രധാന താരം. കാന്താരിയുടെ എരിവും കായപ്പൊടിയുടെ മണവും ഉണ്ടെങ്കിൽ ഒരു പുഴു പോലും നിങ്ങളുടെ ചീരയുടെ അരികിലേക്ക് വരില്ല. ഇതൊരു ഒന്നാന്തരം പെസ്റ്റിസൈഡാണ്. ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളമാണ്. നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കുറച്ചെടുത്ത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് കുലുക്കി ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള കഞ്ഞിവെള്ളം കൂടി ബക്കറ്റിലേക്ക് ഒഴിക്കാം. ഈ പുളിച്ച കഞ്ഞിവെള്ളം ഒരു പശ പോലെ പ്രവർത്തിച്ച് ഈ മരുന്ന് ഇലകളിൽ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നു. കൂടാതെ ചെടിക്ക് നല്ല കരുത്ത് നൽകാനും ഈ കഞ്ഞിവെള്ളം നല്ലതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഒരു ദിവസം ഇത് മൂടി വെക്കണം. പിറ്റേന്ന് ഇത് നന്നായി അരിച്ചെടുത്ത് ഇതിലേക്ക് 5 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ. ചീരയിൽ മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നം ഇലപ്പുള്ളി രോഗമാണെന്ന് പറഞ്ഞു. ഇതൊരു ഫംഗസ് ബാധയാണ്. ഇത് വരാതിരിക്കാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1, നനയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളം ഇലകളിൽ ശക്തിയായി അടിച്ച് ഒഴിക്കരുത്. മണ്ണിൽ നിന്ന് ഫംഗസ് തെറിച്ച് ഇലകളിൽ പറ്റുന്നതാണ് ഈ രോഗത്തിന് കാരണം. ചുവട്ടിൽ മാത്രം നനയ്ക്കാൻ ശ്രമിക്കുക. ചീര നനയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെയാണ്. വൈകുന്നേരം നനയ്ക്കുമ്പോൾ ഇലകളിലെ വെള്ളം തങ്ങി നിൽക്കുകയും രാത്രിയിലെ തണുപ്പും ഈർപ്പവും കാരണം ഫംഗസ് വേഗത്തിൽ വളരുകയും ചെയ്യും. 2, വെയിൽ. ചീരയ്ക്ക് നല്ല വെയിൽ വേണം. തണലുള്ളിടത്ത് ഇലപ്പുള്ളി കൂടാൻ സാധ്യതയുണ്ട്. മിനിമം 6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. 3, രോഗം വന്ന ഇലകൾ. ഏതെങ്കിലും ഇലയിൽ ഇലപ്പുള്ളി രോഗം കണ്ടാൽ ഉടനെ ആ ഇല നുള്ളി മാറ്റി ദൂരെ എവിടെയെങ്കിലും കളയുകയോ കത്തിക്കുകയോ ചെയ്യണം. അല്ലെങ്കിൽ അത് ബാക്കി ഇലകളിലേക്കും പടരും. അപ്പോൾ കണ്ടല്ലോ, 1 രൂപ പോലും ചെലവില്ലാതെ എങ്ങനെയാണ് ചീരകൃഷി ചെയ്യുന്നതെന്ന്. ചീരകൃഷിക്ക് പ്രധാനമായും ഈ 2 വളങ്ങൾ മാത്രം മതി. അതായത് ഒന്ന് നമ്മുടെ ശീമക്കൊന്ന വളം. ഇത് ചെടിക്ക് വേണ്ട നൈട്രജനും കരുത്തും നൽകി ചീരയെ പെട്ടെന്ന് തഴച്ചു വളർത്താൻ സഹായിക്കുന്ന മികച്ച ഒരു ഫെർട്ടിലൈസറാണ്. രണ്ടാമത്തെ വളം കഞ്ഞിവെള്ളം മഞ്ഞൾപ്പൊടി കൂട്ട്. ഇത് ഇലപ്പുള്ളി രോഗത്തെ തടയാൻ ഫംഗിസൈഡായിട്ടും കീടങ്ങളെ അകറ്റാൻ പെസ്റ്റിസൈഡായിട്ടും ഒരേ സമയം പ്രവർത്തിക്കും. ഈ 2 വളങ്ങൾ മാത്രം കൃത്യമായി ആഴ്ചയിൽ ഒരിക്കൽ മാറി മാറി ചെയ്തു കൊടുത്താൽ മതി. നല്ല കരുത്തുള്ള ഇലകളും വണ്ണമുള്ള തണ്ടുമായി നമ്മുടെ ചീര തഴച്ചു വളരും. അപ്പോൾ എല്ലാവരും ഈ നാടൻ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ ഇനി നമ്മൾ വിളവെടുത്ത ഈ ഫ്രഷ് ആയിട്ടുള്ള വലിയ ചീരയില ഉപയോഗിച്ച് നല്ല മൊരിഞ്ഞ ചീര ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലേക്ക് ബജി ഉണ്ടാക്കാനുള്ള മാവ് കലക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ വീതം കായപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തു. പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വല്ലാതെ കട്ടിയാകാതെ എന്നാൽ ഇലയിൽ പിടിച്ചിരിക്കുന്ന പരുവത്തിൽ മാവ് കലക്കിയെടുക്കാം. ചീരയിലയിൽ മാവ് നന്നായി പൊതിഞ്ഞിരിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു പരുവത്തിൽ മാവ് കലക്കിയെടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് മാവ് അധികം വേണ്ടാത്തവർക്ക് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കുറച്ചുകൂടി നേർപ്പിച്ചെടുക്കാം.
അപ്പോൾ മാവിൻ്റെ ലൈറ്റായിട്ടുള്ള കോട്ടിങ് മാത്രമേ ഇലയിൽ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ഏത് രീതിയിൽ ചെയ്താലും നമ്മുടെ ഈ ചീര ബജി നല്ല പപ്പട ബോളി പോലെ നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിരിക്കും. ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ ചീരയില ഓരോന്നായി എടുത്ത് ഈ മാവിൽ നന്നായി മുക്കി തിളച്ച എണ്ണയിലിട്ട് വറുത്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ നിറമാകുമ്പോൾ കോരിയെടുക്കാം. ഇങ്ങനെ മൊത്തം ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ. വീഡിയോയിൽ ഞാൻ 1 കപ്പ് കടലമാവിൻ്റെ അളവാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. 1 കപ്പ് കടലമാവ് വെച്ച് നമുക്ക് എത്ര ബജി കിട്ടുമെന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് ഇതുപോലത്തെ വലിയ ചീരയിലയാണെങ്കിൽ നമുക്ക് ഒരു 6 ബജിയോളമേ 1 കപ്പ് മാവിൽ ഉണ്ടാക്കാൻ പറ്റൂ. എന്നാൽ കുറച്ചുകൂടി മീഡിയം സൈസിലുള്ള ഇലകളാണെങ്കിൽ ഒരു 12 ബജി വരെ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചീരയിലയുടെ വലിപ്പം അനുസരിച്ച് മാവിൻ്റെ അളവ് കൂട്ടിയാൽ മതിയാകും. ഞാനിവിടെ ചീരയില കൂടുതൽ എടുത്തിരിക്കുന്നത് കൊണ്ട് മൊത്തം 1/2 കിലോ കടലമാവ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചീര ബജി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കാണുന്നത് മാവ് കൂടുതൽ കോട്ടിംഗ് ഉള്ള ബജിയാണ്. എന്നാൽ ഈ കാണുന്നത് മാവ് വളരെ കുറച്ച് ഇലയുടെ ആ സ്വാദ് ശരിക്കും കിട്ടുന്ന രീതിയിലുള്ള ബജിയാണ്. ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നല്ല പപ്പടം പോലെ പൊട്ടിപ്പോകുന്ന ശബ്ദം കേട്ടില്ലേ? നമ്മൾ ചേർത്ത അരിപ്പൊടിയും മാവ് കലക്കിയ പരുവവും കറക്റ്റ് ആയതുകൊണ്ടാണ് ഇത് ഇത്രയും മൊരിഞ്ഞ് കിട്ടിയത്. മാവ് കൂടുതലുള്ളതാണെങ്കിലും കുറവുള്ളതാണെങ്കിലും ആ ക്രിസ്പിനെസ്സിന് ഒരു മാറ്റവുമില്ല. നല്ല ചൂട് ചായയുടെ കൂടെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇനി നമ്മുടെ ചീരത്തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഇത് 2ാം വട്ടമാണ് വിളവെടുക്കുന്നത്. നമ്മളിത് ഒന്നിച്ച് പറിച്ചെടുക്കുന്നില്ല. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം ഇതുപോലെ കുറേശ്ശെയായിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ബാക്കിയുള്ളവ അവിടെ നിന്ന് വളർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ആവശ്യത്തിന് മാത്രം മുറിച്ചെടുക്കുമ്പോൾ ആ മുറിച്ച തണ്ടിൽ നിന്ന് വീണ്ടും പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളച്ച് വരും. നമ്മൾ ആദ്യം വിളവെടുത്ത ആ ചീരയുടെ തണ്ട് കണ്ടോ? അത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇപ്പോൾ വെറും 3-4 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കണ്ടോ ആ തണ്ടിൻ്റെ വശങ്ങളിൽ നിന്നൊക്കെ പുതിയ ശിഖരങ്ങൾ പൊട്ടിമുളച്ച് എത്ര പെട്ടെന്നാണ് വലുതായിരിക്കുന്നത്. അതാണ് ഈ ചീരയുടെ പ്രത്യേകത. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തുവാണെങ്കിൽ ഓരോ തവണ മുറിക്കുമ്പോഴും അതിൽ നിന്ന് കൂടുതൽ ശിഖരങ്ങൾ വന്നുകൊണ്ടിരിക്കും. കുറഞ്ഞത് ഒരു 4-5 തവണയെങ്കിലും നമുക്ക് ഇതേ ചെടിയിൽ നിന്ന് തന്നെ വീണ്ടും വിളവെടുക്കാൻ പറ്റും. അതുകൊണ്ട് ചീര ചുവടോടെ പറിച്ചെടുക്കാതെ ഇതുപോലെ മുറിച്ചെടുത്താൽ വീണ്ടും നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. അങ്ങനെ നമ്മൾ ചീര വിത്തിട്ടത് മുതൽ അത് തഴച്ച് വളർന്ന് വിളവെടുത്ത് നല്ല രുചിയുള്ള ബജി ഉണ്ടാക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിച്ചത് ഒരൊറ്റ കാര്യമാണ്. നമുക്ക് മനസ്സുണ്ടെങ്കിൽ 1 രൂപ പോലും ചെലവില്ലാതെ വിഷമില്ലാത്ത ഇലക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തും വളർത്തിയെടുക്കാം. നമ്മുടെ പറമ്പിലെ ശീമക്കൊന്ന ഉണ്ടെങ്കിൽ മികച്ചൊരു ഫെർട്ടിലൈസറായി അടുക്കളയിലെ പുളിച്ച കഞ്ഞിവെള്ളവും മഞ്ഞപ്പൊടിയും കായവും ചേർത്താൽ ഒരേ സമയം ഫംഗിസൈഡും പെസ്റ്റിസൈഡുമായി. അപ്പോൾ ഇതുവരെ ചീരകൃഷി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, ധൈര്യമായി ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. കാരണം ചീരകൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സമയമെന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളാണ്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടെ ചെറിയ വേനൽ മഴ കിട്ടുന്നുണ്ട്. അത് ചീര വളരാൻ ഒത്തിരി സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ വിത്തിടുകയാണെങ്കിൽ നമ്മുടെ വലിയ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ആ ഒരു ജൂൺ പകുതിയോടെ തന്നെ നമുക്ക് ആദ്യത്തെ വലിയ വിളവെടുപ്പ് നടത്താൻ പറ്റും. മഴക്കാലത്തെ കഠിനമായ രോഗങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യത്തോടെ വളർന്ന ചീര നമുക്ക് വീട്ടിലെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് അയച്ചു കൊടുക്കാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.